എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന നല്ല അടിപൊളി സ്വാദിഷ്ടമായ കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ബാ. നമ്മുടെ അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നമ്മുടെ കണ്ണിമാങ്ങ തന്നെയാണ്. കണ്ണിമാങ്ങ ഈ കളറിൽ കാണുന്ന നേരം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിലധികം കഴിഞ്ഞ സീസണിൻ്റെ മുന്നേ തന്നെ ഉപ്പിലിട്ട് വെച്ചാണ് നമ്മളെ കണ്ണിമാങ്ങ. അപ്പോൾ ആ കണ്ണിമാങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക് പരിപ്പാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് സുർക്ക വേണം, ആവശ്യത്തിനുള്ള എണ്ണ വേണം, കുറച്ച് പഞ്ചസാര വേണം. പിന്നെ അതാ ഈ കാണുന്ന കുറച്ച് പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഈ കാണുന്ന വളരെ കുറഞ്ഞ സാധനം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ. പക്ഷേ അറിയാലോ, ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ ഇത് ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അതിന് വേണ്ട പണി നമ്മൾ ഒരു വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ അടുപ്പ് കത്തിച്ച് അവിടെ നമ്മുടെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് കാത്തു നിൽക്കണം. ഇതൊന്ന് മൂത്ത് വരേണ്ടതുണ്ട്. ഇത് മൂത്ത് വരുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് കാത്തു നിൽക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. നമ്മളെ എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ട്. ആ ചൂടാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ മൂത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വന്നതിന് ശേഷം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വല്ല കുറവുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സെറ്റായതിനു ശേഷം ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ എണ്ണയുമായിട്ട് നല്ല പോലെ ഇളക്കുക. അപ്പോൾ നമ്മളെ പൊടികളും എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നല്ല പോലെ ഈ കാണുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല പോലെ സുർക്ക ഒഴിച്ചിട്ട് നമ്മുടെ മസാല ഒന്ന് അതിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിനി നല്ല പോലെ മിക്സായി വരണം. ആ മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പക്കാ എരിവ് അല്ലാത്ത രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ മാങ്ങേൻ്റെ വെള്ളവും അതായത് ഉപ്പിൻ്റെ വെള്ളവും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. നല്ലതുപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ കണ്ണിമാങ്ങ എത്തുന്ന രീതിയിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. കടുക് പരിപ്പ് ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കി സെറ്റാക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നല്ല പോലെ സെറ്റാക്കുക. ഇനി ഇത് അടുപ്പത്ത് കിടന്നൊന്ന് സെറ്റാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അടുപ്പത്തുനിന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട്. ഇതിനി ഇവിടെ കിടന്ന് തിളച്ച് വരുന്നുണ്ട്. നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി.
നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാറായിട്ട് ഉപയോഗിക്കാം. കണ്ണിമാങ്ങ അച്ചാർ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. നല്ല പോലെ ഒന്ന് തിളച്ച് വന്ന് നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇതിനെയും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാം. ഒരു ദിവസം മാത്രം വെച്ചാൽ മതി. കാരണം നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ്, അത് ഒരു വർഷത്തോളം നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്.